മിക്സഡ് കടലക്കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകിയെടുത്ത കടലയിൽ നികക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കടലയിൽ നികക്ക വെള്ളം. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 2 ചെറിയ തക്കാളിയുണ്ട്. 2 തക്കാളി എടുത്ത്, ഇടത്തരം വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി മതി. പിന്നെ 2 പച്ചമുളക്, ഒരു 7-8 കൊച്ചുള്ളി. ഇപ്പോഴും വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇടാം. ആദ്യമേ കടല ഇട്ട്, കടലേക്ക് നെരുക്ക വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി വേറെ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കായപ്പൊടി 1 നുള്ള്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അടച്ച് വേവിക്കാം. ഇതിലേക്ക് 6 വിസിൽ കേൾപ്പിക്കുക. എല്ലാം നല്ലോണം വെന്തലിയണം. അപ്പോൾ കടല ഇവിടെ 6 വിസിൽ കേൾപ്പിച്ച് വേവിച്ചിട്ടിട്ടുണ്ട്. അതിന് കടുക് വറുക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മുളക്, 2 തണ്ട് കറിവേപ്പില. ഇനി കടുക് താളിക്കാനായിട്ട് പോകാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. മുളക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടലക്കറി അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഒഴിച്ചത് കണ്ടല്ലോ. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. കടലയ്ക്ക് നികക്ക വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ശേഷം ആ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.